അടിമാലിയിലോട്ടൊരു സ്പെഷ്യൽ സോളോ ട്രിപ്പ്, ഒരു സ്പിരിച്വൽ ഹീലിംഗ് ജേർണി എന്നൊക്കെ വേണമെങ്കിൽ ഈ ട്രിപ്പിനെ വിശേഷിപ്പിക്കാം. KSRTC ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് കാറ്റും മഴയൊക്കെ കൊണ്ട് പാട്ടൊക്കെ കേട്ട് ഈ കാടിൻ്റെ പച്ചപ്പും ഹരിതാപയും ഒക്കെ ആസ്വദിച്ച് ഈ പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങൾക്കിടയിലൂടെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ആസ്വദിച്ച് ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് ശാന്തിഗ്രാം ഹോളിസ്റ്റിക് വെൽനസ് സെൻറ്റർ. ലാൽ മോഹൻ അങ്കിളിൻ്റെയും ജയ ആൻറ്റിയുടെയും റിട്ടയർമെൻറ്റ് സ്വപ്നമാണ് ഈ കാണുന്ന സ്ഥലം. യോഗ, മെഡിറ്റേഷൻ, ഹീലിംഗ് ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൗൺസിലിങ്ങും വർക്ക്ഷോപ്സും ഒക്കെ ഇവിടെ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് മനസ്സൊന്ന് സ്ട്രെസ്ഡ് ആയപ്പോൾ കുറേ നെഗറ്റീവ് തോട്ട്സൊക്കെ വന്ന് ചില ചോദ്യങ്ങൾക്കൊക്കെ ക്ലാരിറ്റി ഒന്നും ഇല്ലാണ്ടായി കോൺഫിഡൻസ് ഒക്കെ പോയൊരവസ്ഥയിലാണ് ഞാനിവിടെ വരാൻ തീരുമാനിക്കുന്നത്. ട്രിപ്പ് ഉടനീളം നല്ല മഴയും തണുപ്പൊക്കെ ആയിരുന്നു. പക്ഷെ ഞാനിതൊക്കെ ശരിക്കും ആസ്വദിച്ചു. രാവിലെ തന്നെ ഞാനൊരു മോർണിംഗ് വാക്ക് പോയി. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് ചുറ്റും ഒഴുകുന്ന ഒരു തോട്. ഇതിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ഈ വഴി കൂടെ നടന്ന് പുതിയ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി ഓൺ ദ വേ. സോ നമ്മുടെ മെഡിറ്റേഷൻ സെൻറ്ററാണ്. ഇവിടെ രാവിലെ തന്നെ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്തപ്പോൾ തന്നെ മനസ്സ് ഭയങ്കര കാമായി. വൈകിട്ട് ഞങ്ങളിവിടെ ഹോമവും ചെയ്യാറുണ്ട്. അപ്പോൾ ഹോമം ചെയ്തിട്ട് ആ അറ്റ്മോസ്ഫിയറിലിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാന്നുള്ളതും ഒരു പ്രത്യേക അനുഭവമായിരുന്നു. ഇതാണ് ചിന്തു ചേച്ചി, ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. ഈ മുന്തിരിവള്ളികൾ കൊണ്ടുള്ള കാർ ഷെഡ് എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? സോ അടുത്ത ദിവസം രാവിലെ ഞങ്ങളൊരു ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് പോകുന്നതാണ് ഈ കാണുന്നത്. ഈ പ്രോപ്പർട്ടിയിൽ നിറയെ ചെടികളും മരങ്ങളും പൂക്കളും കിളികളും ബട്ടർഫ്ലൈസും ഒക്കെ ഉണ്ട്. സോ ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഓരോന്നിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ പോവാണ്. രാവിലെ നമ്മൾ പോസിറ്റീവായിരിക്കുകയാണ്. ഇതാണ് പൂങ്കൊടി, ആൾ ചെന്നൈയിൽ നിന്ന് വന്നതാണ്. രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ വെയിലത്തൊക്കെ നിന്ന് ചെറുതായിട്ട് യോഗയൊക്കെ ചെയ്തു. പിന്നെ ചിന്തു ചേച്ചിയുടെ ഗൈഡൻസിൽ നമ്മളൊരു സ്പെഷ്യൽ മെഡിറ്റേഷൻ ചെയ്തു. ഈ പുഴയിൽ ഇങ്ങനെ കാലിട്ടിരുന്ന് കണ്ണൊക്കെ അടച്ച് ആ ഒരു പ്രകൃതിയെ മൊത്തത്തിൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ഫീൽ ചെയ്ത് ഇവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്തു. ഭയങ്കര ഒരു അനുഭവമായിരുന്നു അത്. പിന്നെ ഇവിടെ മെഡിറ്റേഷൻ സെൻറ്ററിൽ ഗുരുദേവൻ്റെ ഒരു വലിയ ഫോട്ടോ ഉണ്ട്. അതിൻ്റെ മുന്നിൽ നിന്ന് ദൈവദശകം കളിച്ചു. അതും നല്ലൊരു അനുഭവമായിരുന്നു. അതുപോലെ ഇവിടുത്തെ ഫുഡ് പറയേണ്ട ഒരു കാര്യമാണ്. സിമ്പിൾ ഹോംലി വെജിറ്റേറിയൻ ഫുഡ്. ചില പ്രത്യേക വ്യക്തികളെയും ഈ ട്രിപ്പിൽ പരിചയപ്പെടാൻ പറ്റി. അതും വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു. ഇങ്ങോട്ട് വന്ന ഞാനായിട്ടല്ല ഞാൻ തിരിച്ചു പോകുന്നത്. ഒന്നുകൂടി ഫ്രഷായിട്ട്, പീസ്ഫുള്ളായിട്ട്, കാമായിട്ട്, ഹാപ്പി ആയിട്ടുള്ളൊരു അനക്കയായിട്ട്. നിങ്ങളും ലൈഫിൽ ഡൗൺ ആകുമ്പം ഇതുപോലൊരു ട്രിപ്പ് പോയി നോക്ക്. താങ്ക് യു.